പക്ഷിയാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരു പക്ഷികളുടെ ഇടയിലേക്ക് പോവാം. ഹമ്മിങ് ബേർഡും ഉണ്ട്, പരുന്തും ഉണ്ട്. ഹമ്മിങ് ബേർഡ് എപ്പോഴും നമ്മളെ പൂക്കളുടെ അടുത്ത് പോയിട്ട് തേൻ കുടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം പരുന്ത് എപ്പോഴും ഈ മാംസം മാംസങ്ങളോടാണ്. ചത്ത മാംസമാണോ എന്താണെങ്കിൽ ജീവനുള്ള എന്തായാലും ജീവനുള്ള മാംസത്തിലും കഴിക്കും. കഴുകനാണ് ചത്ത മാംസം കഴിക്കുന്നത്. പരുന്തിന് മാംസം ഇതാണ് ഇഷ്ടം. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലായി, രണ്ടും ഒരേ വർഗത്തിൽ പെട്ടതാണ്. കിളിയാണ് രണ്ടും, ഹമ്മിങ് ബേർഡും പരുന്തും. പക്ഷേ സ്വഭാവത്തിൽ രണ്ടും രണ്ട് തരത്തിലാണ്. അതായത് പരുന്ത് ഒരു നോൺ വെജ് എന്ന് പറഞ്ഞ മാതിരി, പരുന്തിന് ഈ പൂക്കളെ കണ്ട യാതൊരു മൈൻഡ് ഉണ്ടാവില്ല. അതുപോലെ ഹമ്മിങ് ബേർഡിന് ഈ മാംസം കണ്ട ഇവർക്ക് രണ്ടുപേർക്ക് യാതൊരു വ്യത്യാസം കണ്ട യാതൊരു അട്രാക്ഷനും തോന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് കിടക്കുന്നതെന്നനുസരിച്ചിരിക്കും നമുക്ക് പുറമേ ഉള്ള സാധനത്തിനോടുള്ള നമ്മുടെ ഔട്ട്ലുക്ക്. അതായത് നമ്മുടെ മനസ്സിൽ പൂക്കളെപ്പോലെ മൃദുലമായ ഭാവങ്ങളാണോ ഉള്ളെങ്കിൽ നമുക്ക് എപ്പോഴും ആ സ്വഭാവത്തിലായിരിക്കും മുന്നോട്ട് പോവുക. പരുന്തിന് ഒരിക്കലും ഹമ്മിങ് ബേർഡിൻ്റെ ആ സ്മൂത്തായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. അതുപോലെ പരുന്തിനുണ്ടാവാത്ത പോലെ തന്നെ ഹമ്മിങ് ബേർഡിന് ഒരിക്കലും പരുന്തിനെ പോലെ ആവാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ കണ്ടൻറ്റ്. ഒരു ഹമ്മിങ് ബേർഡ് പരുന്താവാൻ ശ്രമിച്ചാലും ഒരു പരുന്ത് ഹമ്മിങ് ബേർഡ് ആവാൻ ശ്രമിച്ചാലും ഒരിക്കലും അത് സക്സസ് ആവില്ല. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ വ്യക്തികളും നമുക്ക് ദൈവം തന്ന താലന്തുകൾ ഉപയോഗിച്ച് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മൾ വേറൊരാളെ കണ്ടിട്ട് അവരെ റോൾ മോഡലാക്കിയിട്ട് അവരെ പോലെ ആവണമെന്ന് ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ശരിയാവില്ല. അപ്പം ഞാൻ പറയണത് വെച്ചാൽ ദൈവം നമുക്ക് തന്ന താലന്തുകൾ നന്നായി ഉപയോഗിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. അനു ചക്കോ.